ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട് 10 പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ 10 പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. ഇതിൽ MLA മാർക്കെല്ലാം കിട്ടിയത് ചെറിയ കൃഷിയാണ്, 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവനും കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. CBIയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല, അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കുന്നു. 5 കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിൻ്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായി തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്. നമസ്കാരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോകുമെന്ന് CPM പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിയായതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്താൽ ഈ പാർട്ടിയിൽ ആളുണ്ടാവുമോ എന്നാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ ചോദ്യം. പെരിയ കേസിലെ പ്രതികളിൽ CPM പ്രതികളാണെന്ന് അംഗീകരിക്കുന്നത് ആരൊക്കെയാണ്? പാർട്ടി ഹിംസയെ തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടി പ്രതികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള മാനദണ്ഡം എന്താണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് T. ആസിഫ് അലി, കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെ സഹോദരി അമൃതയും ഈ ചർച്ചയിൽ പിന്നീട് പങ്കുചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ആസിഫ് അലി. അഡ്വക്കേറ്റ് ആസിഫ് അലി, ഇതിൽ ഒരു ഗൂഢാലോചന ഇല്ല, ഗൂഢാലോചന എന്നൊരു ചാർജ് പോലും CBIക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതേസമയം തന്നെ പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോകുമെന്ന് പറയുന്നു. ഏതൊക്കെ പ്രതികൾക്ക് എന്നുള്ളത് എപ്പോഴും വ്യക്തമല്ല. ഈ ഡയറക്റ്റ് ഹിറ്റിൽ പങ്കെടുത്ത പ്രതികൾക്ക് വേണ്ടിയാണോ, അതല്ല കുഞ്ഞിരാമനെ പോലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് വേണ്ടിയാണോ എന്ന് വ്യക്തമല്ല. ഈ കേസിൽ ഇതിൽ ശിക്ഷാവിധി കഴിഞ്ഞിട്ടും CPM എന്നൊരു പാർട്ടി ഈ പ്രതികൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണോ ഇന്നുണ്ടായ പ്രതികരണവും ഇന്നുണ്ടായ വിധിയും? സത്യത്തിൽ ഇന്ന് MP ഗോവിന്ദനും മറ്റ് നേതാക്കന്മാരും പ്രഖ്യാപിക്കേണ്ടത് ഈ കോടതി വിധിയുടെ വെളിച്ചത്തിൽ പാർട്ടി സഖാക്കൾ ആയുധം താഴെ വെക്കണം എന്ന ഒരു അപ്പീൽ നൽകുകയായിരുന്നു വേണ്ടത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഭീകരകൃത്യങ്ങളെ തടയിടാൻ 2 ശക്തികൾക്കേ സാധിക്കൂ. അതിലൊന്ന് കോടതിയാണ്, മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൽ കൂടി ജനങ്ങളാണ്, വോട്ടർമാർ. ഞാൻ പഴയ ഒരു സംഭവം ഓർമ്മിക്കുകയാണ്. 1980 തലശ്ശേരിയിൽ RSS മാർക്സിസ്റ്റ് ഭീകരാക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി ചെറുപ്പക്കാർ വെട്ടേറ്റ് മരിച്ചു, പരസ്പരം തമ്മിൽ തല്ലി. CPMൻ്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി ആഫീസിൽ സ്ഫോടനമുണ്ടായി, ആയുധം സൂക്ഷിച്ചു വെച്ച്, ബോംബ് സൂക്ഷിച്ചു വെച്ചതിൻ്റെ പേരിൽ. തലശ്ശേരിയിലെ അന്നത്തെ MLA MP രാജഗോപാലൻ മാസ്റ്റർ, അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയായി രാജു എന്ന് പറയുന്ന മായി സ്പിന്നിംഗ് മില്ലിൻ്റെ അടുത്തുള്ള ഒരു തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു തലശ്ശേരി സെഷൻസ് കോടതി. ആ ഒരു സംഭവത്തോടു കൂടി, ആ കോടതി വിധിയോടു കൂടിയാണ് തലശ്ശേരിയിൽ സത്യത്തിൽ സഖാക്കൾ അറിഞ്ഞോ അറിയാതെയോ തൽക്കാലം ആയുധം താഴെ വെക്കേണ്ടി വന്നത്. ഒരു പരിധിവരെ RSS. ഇന്ന് സത്യത്തിൽ MP ഗോവിന്ദൻ്റെയും മറ്റ് പാർട്ടി നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ എന്തൊരു പരിഹാസ്യമാണ്. ഒരു ഭാഗത്തുനിന്ന് പറയുന്നു ഞങ്ങൾ ഇതൊന്നും പാർട്ടി തീരുമാനിച്ചതല്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല. ഞാൻ ഓർമ്മിക്കുന്നത് പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതികളുടെ വിധി, കോടതി വിധി വന്നപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കാരൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു അത് ഞങ്ങൾ അപ്പീൽ പോവും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കോടതിയുടെ വിധി അന്ത്യവാക്കല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കില്ലർ ഗാങ്ങിനെ ആയുധം കൊടുത്ത് 2 ചെറുപ്പക്കാരെ കൊല്ലാൻ അയച്ചത് ആരാണ്?
CPM എന്തിനാണ് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ? ഒരു പൗരന്റെ, ഒരു വ്യക്തിയുടെ, ഇന്ത്യൻ അതിർത്തിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, അത് വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും, ജീവിക്കാനുള്ള അവകാശം അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഇൻക്ലൂഡിങ് എ ഫോറിനർ. ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് 2 ചെറുപ്പക്കാരെ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അസാധ്യമാക്കാനല്ലേ പാർട്ടിയും സർക്കാരും കോടികൾ ചെലവഴിച്ച് അതിന് കടയിടാൻ ശ്രമിച്ചത്? ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇവിടെ നടന്നത് ശരിക്ക് മാധ്യമങ്ങളുമെല്ലാം കേരളീയ സമൂഹം ഈ കൊലപാതകത്തെ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ സംഘടനം, രാഷ്ട്രീയ കൊലപാതകം എന്നാണ്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം മാത്രമാണോ? ഞാൻ പറയും ഇതൊരു ഭീകരാക്രമണമാണ്. കാരണം ഭീകരവിരുദ്ധ നിയമമാണ് UAPA. ഞാൻ കഴിഞ്ഞ ദിവസം ചില ചർച്ചകളിൽ പറഞ്ഞതാണ്. ആ UAPAയിൽ സെക്ഷൻ 15 ഉണ്ട്. എന്താണ് ടെററിസ്റ്റ് ആക്ട്? ആ ടെററിസ്റ്റ് ആക്ടിൽ UAPAയിൽ നിർവചിച്ചിരിക്കുന്നതും ഈ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്ന സംഭവം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ആ UAPAയിൽ പറഞ്ഞ ടെററിസ്റ്റ് ആക്ട് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. സ്ട്രൈക്കിംഗ് ടെറർ or attempt to strike terror by using weapon, deadly weapon or inflammable chemicals and causing death or injury. ഭീകരാക്രമം അഴിച്ചുവിട്ട് ആയുധം ഉപയോഗിച്ചോ കെമിക്കൽ ഉപയോഗിച്ചോ ആരെങ്കിലും കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ അത് ഭീകരാക്രമമാണ്. ഇത് ഭീകരാക്രമണമല്ലേ? കശ്മീരിൽ നടക്കാത്തത് ഇവിടെ നടക്കുന്നു. കശ്മീരിൽ ഭീകരാക്രമണം ഇതുപോലെ നടന്നാൽ ഒരു പാർട്ടിയും ആ ഭീകരവാദികളെ ന്യായീകരിക്കില്ല. ഒരു ഗവൺമെന്റും അവർക്ക് വക്കാലത്ത് വിളിച്ച് വക്കീലിനെ വെച്ച് കൊടുക്കില്ല. ഒരു ഗവൺമെന്റും ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ പാടില്ല എന്ന് പറഞ്ഞ് CBIയുടെ അന്വേഷണത്തെ തടയിടാൻ ശ്രമിക്കില്ല. ഇവിടെ നടന്നത് എന്താണ്? CPM ഇനിയും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ കോടതിയും ജനങ്ങളും അവരെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ കോടതി വിധി കേരളീയ സമൂഹത്തിന് സമാശ്വസിപ്പിക്കാൻ വക നൽകുന്നതാണ്. രാഷ്ട്രീയ ആക്രമണത്തിന്റെ പേരിൽ 2 ചെറുപ്പക്കാരുടെ ജീവൻ അപഹരിച്ചത് കോടതിയുടെ കണ്ടെത്തലാണ്. ഈ കേസ് അട്ടിമറി ഇന്ന് CBI ഈ കേസ് അന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ 24 പ്രതികളും കുറ്റമുക്തമാക്കിയനെ. കേരള പോലീസിന്റെ ജോലി എന്തായിരുന്നു? ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. 17 സംഭവം നടന്നു, 19 ക്രൈംബ്രാഞ്ച് ഏൽപ്പിച്ചു. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭത്തിൽ തന്നെ പ്രതികൾക്ക് വേണ്ടി പ്രതികൾ നടത്തിയ അന്വേഷണമാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് CBI അന്വേഷണവുമായി അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സംഭവം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് 1-ാം പ്രതി മിസ്റ്റർ പീതാംബരൻ, അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ്, ബ്രാഞ്ച് കമ്മിറ്റിയുടെ യോഗം വിളിക്കുന്നു. അദ്ദേഹം അവിടെ വെച്ച് വെളിപ്പെടുത്തുന്നു, ഞാൻ ഈ 2 ചെറുപ്പക്കാരെ കൊല്ലാൻ പോവുകയാണ്, ഞാനും എൻ്റെ സംഘവും. ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സാക്ഷികളാണ്, പ്രതികളല്ല. ആ സാക്ഷികൾ കൂട്ടുമേൽ കയറി നാളെ വിചാരണയിൽ ഈ പീതാംബരനെതിരെ മൊഴി കൊടുക്കുമെന്ന് കരുതാൻ ഒക്കുമോ? ആയുധം കണ്ടെടുത്ത കാര്യത്തിൽ ആ വാഹന വ്യൂഹത്തിൽ കൊലയാളികൾ സംഭവ സ്ഥലത്ത് പോയി ബൈക്കിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ പിടിച്ച് വെച്ച് വെട്ടി നുറുക്കി കൊന്നു. എന്നിട്ട് അവരെത്തുന്നു ഇവിടെ വെളുത്തോളി എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിൽ. അവിടെ അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നത് ആരാണ്? പാർട്ടിയുടെ ലിങ്കാണ്. ഈ കില്ലർ ഗാങ്ങും പാർട്ടിയുടെ ലിങ്ക്. ഇത്ര കണ്ട് വെളിപ്പെട്ട ഒരു കേസ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി ആയുധം താഴെ വെച്ചിട്ടില്ലെങ്കിൽ കേരളീയ ജനത അവരെ താഴെ വെപ്പിക്കും. ശരി. ഗ്രാമത്തിലെത്തിയപ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നു. അവരജ്ഞാതമായ ഒരു ഫോൺ വരുന്നു. ആ ഭാഗമൊന്നും ഇനിയും അന്വേഷിച്ചിട്ടില്ല. ഈ രക്തം പുരണ്ട വസ്ത്രങ്ങളെല്ലാം തീയിലിട്ട് ചുട്ടുകരിക്കുന്നു. അവരവിടെ നിന്ന് കൊണ്ടുപോകുന്ന എവിടത്തേക്കാണ്? പാർട്ടി ഓഫീസിലേക്കാണ്. MV ഗോവിന്ദന് പറയാൻ പറ്റുമോ ഈ കില്ലർ ഗാങ് പാർട്ടി അറിയാത്തവരാണ്, പാർട്ടിക്ക് പരിചയമില്ലാത്തവരാണ്? നേരത്തെ പറയുന്ന കേട്ടു. പോലീസിനെ തടസ്സപ്പെടുത്തിയതല്ല. ഈ കേസിലെ മുഖ്യ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നത് ലോകം കാണുകയാണ്. ഒരു ടെററിസ്റ്റിനെ അദ്ദേഹത്തിന്റെ ഒരു കേസെടുത്തു. ക്രൈംബ്രാഞ്ച് കേസെടുത്തില്ല. അദ്ദേഹം മാന്യനാണ്, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ കേരളീയ സമൂഹത്തിൽ ഇത്ര കണ്ട് ആയുധങ്ങൾ കണ്ടെടുത്തു. സംഭവം കഴിഞ്ഞ ഉടനെ പോസ്റ്റ്മോർട്ടം അനുസരിച്ച് എല്ലാം
മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചത്. എല്ലാ പരിക്കുകളും. ഇവർ കണ്ടെടുത്ത ആയുധം എന്താണ്? GI പൈപ്പുകൾ. ആ GI പൈപ്പ് ഫോറൻസിക് സർജന് കാണിച്ചു കൊടുക്കാതെ പാക്ക് ചെയ്ത് കോടതിയിൽ കൊടുത്തു. ആ ഫോറൻസിക് സർജൻ ഇത് കണ്ടാൽ പറയും ഇതല്ല ആയുധം, ഈ ആയുധം കൊണ്ട് ഈ പരിക്ക് വരുത്തില്ല. അതുകൊണ്ടാണ് മാതാപിതാക്കൾ കേസ് അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ കേസ് അന്വേഷണം അട്ടിമറി. ക്രൈംബ്രാഞ്ച് 17 സംഭവം നടന്നു, 19-ാം തീയതി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ബ്രാഞ്ചാണ്. പാർട്ടി സഹാക്കൾ മാത്രമാണ് ക്രൈംബ്രാഞ്ചിലെ അംഗങ്ങൾ. ലോക്കൽ പോലീസ് ആണെങ്കിൽ എല്ലാ പാർട്ടി അനുഭാവികളും അതിലുണ്ടാവും. ആ ക്രൈംബ്രാഞ്ച് SP ഒരു നോട്ട് എഴുതി, ഈ സംഭവ സ്ഥലത്തുള്ള CCTV ക്യാമറയുടെ ഫൂട്ടേജ് സീസ് ചെയ്യണം. അദ്ദേഹത്തെ ആ കുറിപ്പെഴുതിയതിന്റെ പേരിൽ 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ ട്രാൻസ്ഫർ ആക്കി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവൻ ഒരു ഹോണസ്റ്റ് ഓഫീസർ, അദ്ദേഹം ഒരു അന്വേഷണത്തിന്റെ ഫണ്ടമെന്റലായ കാര്യങ്ങളാണ് എഴുതി വെച്ചത്. പോലീസ് ചെയ്ത് എന്താണെന്ന് അറിയുമോ? പോലീസ് അവിടെ പോയി അവിടെ CCTV ക്യാമറ സ്ഥാപിച്ചത് മർച്ചന്റ്സ് അസോസിയേഷനാണ്. ആ മർച്ചന്റ്സ് അസോസിയേഷന്റെ യോഗത്തിന്റെ CCTV ക്യാമറ സ്ഥാപിക്കാനെടുത്ത തീരുമാനത്തിന്റെ മിനിറ്റ്സ് ബുക്കാണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി സീസ് ചെയ്തത്. ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച പ്രസിഡന്റിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അപ്പൊ ഒരു കേസ് അന്വേഷണത്തെ ഭ്രൂണാവസ്ഥയിൽ അട്ടിമറിക്കാൻ പാർട്ടിയും സർക്കാരും കില്ലർ ഗാങ്ങിന് വേണ്ടി മെനക്കപ്പെട്ടപ്പോഴാണ് CBI അന്വേഷണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നടന്നത് എല്ലാവർക്കും അറിയാം. സിംഗിൾ ജഡ്ജിയുടെ വിധി വന്നു. CBI അന്വേഷണത്തിന് ഉടൻ കേസ് ഡയറി CBIക്ക് കൈമാറണം. കേരള പോലീസിന് കേരള ഗവൺമെന്റ് CBIക്ക് എല്ലാ സഹായവും കൊടുക്കണം. ഹൈക്കോടതിയുടെ വിധിയാണ്. ആ വിധി അനുസരിച്ച് കേസ് ഡയറികൾ കൈമാറിയില്ല. CBI ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തില്ല. ഉടനെ തന്നെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്തു. ഇവിടെ ഹൈക്കോടതിയിൽ പ്രമുഖരായ അഭിഭാഷകന്മാർ, DGP ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ധാരാളം ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡർമാരുണ്ട്. അവരാരെയും ഏൽപ്പിക്കാതെ ഡൽഹിയിൽ നിന്ന് മോഡി ഗവൺമെന്റിലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ മനീന്ദർ സിംഗ്, രഞ്ജിത് കുമാർ ഇവരെ കൊണ്ടുവന്നു. കോടിക്കണക്കിന് രൂപ, 1 കോടി എന്നൊക്കെ 1 കോടിയൊന്നുമല്ല. അവർ വ്യാഴാഴ്ച വരും, വെള്ളിയാഴ്ച കേസ് നടത്തും. 2 ദിവസം കേരളത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് അവർ മടങ്ങിയെത്തുമ്പോഴേക്കുള്ള ചെലവ് എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന്. എന്തിനാണ് അവരെ കൊണ്ടുവന്ന് CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയത്? നമുക്കറിയില്ലേ സ്വർണ്ണക്കടത്ത് കേസ്? നമുക്കറിയില്ലേ കോഴിക്കോട്ടെ 2 ചെറുപ്പക്കാരുടെ കയ്യിൽ 2 ലിറ്ററേച്ചർ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് ആ സംഭവം FIR രജിസ്റ്റർ ചെയ്ത ദിവസം കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം അയച്ച ഒരു ഗവൺമെന്റ് ഒരു പാർട്ടിയുമാണ് പറയുന്നത് കേന്ദ്ര ഏജൻസി കൂട്ടിലടച്ച തത്തയാണ്. കളങ്കിതയായ ഒരു സ്ത്രീ ഒരു കേസ് CBI അന്വേഷിക്കണം, അക്യൂസ്ഡിന് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പറയാൻ അവകാശമില്ല എന്ന് സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായങ്ങളുണ്ട്. മാത്രമല്ല സോളാർ തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കാൻ വേണ്ടി ആ സ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ആ ഹർജി തള്ളിയതാണ്. CBIക്ക് വേണ്ടി കൊടുത്തപ്പോൾ ഒരു പോലീസ് റിപ്പോർട്ട് പോലും വിളിച്ചു വരുത്താതെ CBIക്ക് ഏൽപ്പിച്ച ഒരു പാർട്ടി. പേരിയ കൊലക്കേസ്, ഇരട്ടക്കൊലക്കേസ് CBI അന്വേഷിക്കരുത്. കാരണം പ്രതികൾക്ക് വേണ്ടി പ്രതികൾ നടത്തുന്ന. ശരി, അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇന്ന് ഈ പാർട്ടിക്ക് ഈ പ്രതികളോടുള്ള നിലപാട് വിശദീകരിക്കാൻ പാർട്ടി വക്താക്കളില്ല, ശരിയാണ്. പക്ഷേ പാർട്ടി ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകട്ടെ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആകട്ടെ, ഞങ്ങൾ അപ്പീൽ പോകും എന്നാണ് പറഞ്ഞത്. ഈ അപ്പീൽ പോകുമെന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രതികൾക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന് വ്യക്തമല്ല. ഈ ഡയറക്റ്റ് ഹിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ വേണ്ടിയാണോ, അതല്ല ഈ കുഞ്ഞിരാമനെ പോലുള്ള പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്കെതിരെ വേണ്ടിയാണോ എന്നും വ്യക്തമല്ല. പാർട്ടിയിൽ കേസിൽ പ്രതിയായതിൻ്റെ പേരിൽ പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്താൽ ഈ പാർട്ടിയിൽ ആളുണ്ടാവുമോ എന്നാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏത് കോടതി പറഞ്ഞാലാണ് പാർട്ടി അംഗീകരിക്കുക? കേസിൽ പ്രതിയായി എന്ന് വിചാരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ കാണത്തില്ല. ഞങ്ങളൊക്കെ നിരവധി കേസുകളിൽ പ്രതിയാണ്.
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേസുകൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന തെറ്റിനോ ചെയ്യാത്തതിനോ ഒക്കെ നിരപ്പോൾ പ്രതികൾ കേസായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണ്. നിരവധി പേര്, എല്ലാ നേതാക്കന്മാരുടെയും പേരിൽ നിരവധി കേസുകളുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നം, ഇവിടെ കൊല ചെയ്യപ്പെട്ടത് മറ്റ് ആരെങ്കിലും ആണെങ്കിൽ, CPM-മാരായിട്ട് കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണുകയും CPM-കാരാണ് കൊല ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ അത്ര കാര്യമായിട്ട് കാണാത്ത ഒരു മാധ്യമ സംസ്കാരം നമ്മുടെ കേരളത്തിൽ. ഇവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് ദാരുണമായ സംഭവമാണ്. അത് വ്യക്തിപരമായ കാര്യമായാലും രാഷ്ട്രീയപരമായ കാര്യമായാലും ഒരു ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ചെറുപ്പക്കാരെന്നല്ല, ആരും ആക്രമിക്കപ്പെടാനോ അക്രമ സംഭവങ്ങൾ തന്നെ ഇല്ലാതാക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ മാധ്യമങ്ങളും മറ്റ് പലരും മറച്ചു വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. ഫെബ്രുവരി മാസം 17-ാം തീയതി സംഭവം നടക്കുന്നു. 18-ാം തീയതി തന്നെ ഈ കേസിലെ 1-ാം പ്രതിയെ CBI 1-ാം പ്രതിയായിട്ട് കാണിച്ചിരിക്കുന്ന പീതാംബരനെ അറസ്റ്റ് ചെയ്യുന്നു. 2020 മെയ് 30-ന് കുറ്റപത്രം സമർപ്പിക്കുന്നു. ആ കുറ്റപത്രത്തിൽ 14 പ്രതികളെ വെച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അപ്പോഴാണ് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലേക്ക് ഇത് CBI അന്വേഷിക്കാൻ വേണ്ടി അവർ പോകുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്താ ചെയ്തത്? ഇത് കുറ്റപത്രം കാഷ് ചെയ്തു. കുറ്റപത്രം കാഷ് ചെയ്തുകൊണ്ട് CBI അന്വേഷിക്കാൻ ശ്രമിച്ചു. അത് ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ ആ കുറ്റപത്രം റിവോക്ക് ചെയ്തു. ആ കുറ്റപത്രം നിലനിർത്തിക്കൊണ്ട് സപ്ലിമെന്ററി ആയിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കാനാണ് CBIയുടെ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടത്. അതിനെതിരെ 2 കാര്യങ്ങൾക്കെതിരെയും ഞങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയെന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോൾ ഈ സംഭവങ്ങൾ, സിംഗിൾ ബെഞ്ച് കാഷ് ചെയ്ത കുറ്റപത്രം ഡിവിഷൻ ബെഞ്ച് നിലനിർത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ പലപ്പോഴും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഒന്നത്. മറ്റൊന്ന്, ഇപ്പോൾ വന്നിരിക്കുന്ന വിധി എന്താ? ഇവിടെ ശ്രീ ആസിഫ് അലി പോലുള്ള ഒരാളിരുന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ അദ്ദേഹം പറയുന്നത്, ഇതൊരു തീവ്രവാദ പ്രവർത്തനം. അദ്ദേഹത്തിന് ഞാൻ ഇനി തീവ്രവാദ പ്രവർത്തനം എന്താണ്, ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാനൊന്നും ആളല്ല. പക്ഷെ അദ്ദേഹം അത് സ്വയം അറിഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ നീരജ് എന്ന് പറയുന്ന ഒരു SFI-കാരൻ വിദ്യാർത്ഥിയെ പുറത്തുനിന്ന് INTUC-കാർ കയറി കോളേജിലിട്ട് വെട്ടിക്കൊന്ന സംഭവമുണ്ട്. അതുമൊക്കെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ലിസ്റ്റിൽ വരേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. 1978 ഇന്ന് കൊല്ലം ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട് അജിംസെ. ജനുവരി 4 എന്റെ കൺമുന്നിൽ വെച്ച് ശ്രീകുമാർ എന്ന് പറയുന്ന പയ്യനെ 1978 ABVP-ക്കാർ വെട്ടിക്കൊന്നതാണ്. ഞാൻ ദൃക്സാക്ഷിയാണ് സംഭവത്തിന്റെ. അപ്പോൾ ആ ദിനമാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ SFI-ക്കാർ ആചരിക്കുന്ന ഒരു ദിനം, ശ്രീകുമാർ ദിനം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെററിസ്റ്റ് പ്രവർത്തനത്തിൽ പെടുത്തേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഈ 14 പ്രതികൾക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. CBI വന്ന് അന്വേഷിച്ചു. അഡീഷണലായിട്ട് 10 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. നിങ്ങളൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, മറച്ചു വെക്കുന്ന ഒരു കാര്യം എന്താ? ഈ 10 പ്രതികളിൽ 4 പ്രതികളെ ശിക്ഷിച്ചു. CPM നേതാക്കന്മാർ 14, 20, 21, 22 പ്രതികൾ. ആ 4 പ്രതികളെ ശിക്ഷിച്ചത് കൊലപാതക കേസിലാണോ? കൊലപാതക കേസിലല്ല അവർ ശിക്ഷിച്ചത്. 302-ലല്ല അവർ ശിക്ഷിച്ചത്. 302-ൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ 120B ഗൂഢാലോചന. ആ ഗൂഢാലോചന പോലും അവർക്കെതിരെ CBI പോലും കണ്ടെത്തിയില്ല. പോലീസ് അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന ചാർജ് എന്താ? അവർ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് മാത്രമാണ് അവർ ശിക്ഷിച്ചത്. CPM-ന്റെ നേതാക്കന്മാർ ഈ പറഞ്ഞ 4 പേര്, മറ്റുള്ളൊരു CPM-മാർ തന്നെയാണ് ഞാൻ മീറ്റ് ചെയ്ത, അവരൊക്കെ ലോക്കൽ കമ്മിറ്റി മെമ്പറും പാർട്ടിക്കാരും ഒക്കെയാണ്. അവർ ശിക്ഷ അനുഭവിക്കണം. ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഒരുപക്ഷെ വേണ്ടിവരും. പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റുകൾ എല്ലാ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരെ കൊലപാതക, ഒന്ന് CPM കൊല ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നു, പർവ്വതീകരിച്ച് കാണിക്കുന്നു. മറ്റൊരു കാര്യം, ഈ കേസിൽ തന്നെ ഡയറക്റ്റ് ഹിറ്റ് സ്ക്വാഡിൽപ്പെട്ടവരെക്കാൾ കൂടുതൽ ഫോക്കസ് ലഭിക്കുന്നത് മുൻ MLA ആയ കുഞ്ഞിരാമനാണ്. അദ്ദേഹം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന കേസ് മാത്രമാണ്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത ഹിറ്റ് സ്ക്വാഡിൽപ്പെട്ട പ്രതികളിൽ ഒരാളെ എന്തിനാണ് കുഞ്ഞിരാമൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും പോലീസിന്റെ ഔദ്യോഗിക നിർവഹണത്തിൽ ഇടപെടുന്നതും തെറ്റായ ഒരു കാര്യമാണ്. ആ കാര്യം കുഞ്ഞിരാമൻ ചെയ്ത് തെറ്റ് തന്നെയാണ്. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടപെട്ടു. അത് തെറ്റാണെന്ന് 100% അംഗീകരിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളെ ശിക്ഷിച്ചത് കൊലപാതക കേസിലല്ല. അവരെ ശിക്ഷിച്ചിരിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വന്നിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാ? CPM-ന്റെ അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത്, CPM-നോട് ചോദ്യം ഉയരുന്നത്. അതുകൊണ്ടാണ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, കാരണം തെറ്റായ ഒരു കാര്യമാണ് ചെയ്തത്. അതിൽ പ്രതിയെയാണ് തങ്ങളുടെ തന്നെ പോലീസ് പിടികൂടിയിട്ടുള്ളത് എങ്കിൽ അയാളെ ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇത് പാർട്ടി ഏറ്റെടുക്കുകയാണ് ഈ കൊല. അതാണ് സാധാരണക്കാർ മനസ്സിലാക്കുക. അതിൽ നിന്ന് അല്ല,
തെറ്റാണെന്ന് പറഞ്ഞല്ലോ, അത് തെറ്റാണ്. ഒരിക്കലും ഔദ്യോഗിക കൃത്യനിർവഹണം ഔദ്യോഗിക കൃത്യനിർവഹണമെന്നല്ല ഒന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവർ സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ സമരം ചെയ്യാറുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച എത്രയോ കേസുകൾ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്. ഞങ്ങൾ UDF മുന്നണിയിൽ ഞങ്ങളുടെ പാർട്ടി കുറേ നാൾ ഞങ്ങൾ കണ്ടാണ് ഒരുമിച്ച് സമരം ചെയ്തപ്പോൾ. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് സമരം ചെയ്തിട്ടുണ്ട്. ആ സമരത്തിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ നേതാവ് മരിച്ചുപോയി. എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്, ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് കൊലക്കേസല്ല. അല്ല, കൊലക്കേസായാലും അല്ല, കേസ് ചെറുതായാലും വലുതായാലും കേസിന്റെ ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസം. ഒരു കേസിലും ഒരു പ്രതിയെയും ആരും സംരക്ഷിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്നത്. അത് ചില അടിപിടി കേസാകാം, കൊലപാതക കേസാകാം, വെട്ടാകാം, എന്ത് കേസും. എന്റെ ഒരു പോയിന്റ് ഇതാണ്, ഈ CPM കൊല ചെയ്യുമ്പോൾ അത് കൂടുതൽ പർവ്വതീകരിക്കുന്നു എന്ന് തോന്നാനുള്ള കാരണം കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്നത് CPM ആണല്ലോ. നിങ്ങൾ ഭരിക്കുക മാത്രമല്ല, ഭരണഘടനാപരമായി പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും എന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയുടെ ഒരു സംസ്ഥാനത്ത് ഒരു കൊലപാതകം നടക്കുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ പൗരന്റെ ജീവനും സ്വത്തിനും കാവലായി നിൽക്കേണ്ടപ്പോൾ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ കൊല്ലപ്പെടുകയും വരുത്. ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം കൂടുതലായി ഭരിക്കുന്ന പാർട്ടിയോട് ചോദിക്കുന്നത്. ഇവർ ഭരിക്കുമ്പോൾ, ഇനി കോൺഗ്രസ്സുകാർ ഭരിക്കുകയാണെന്നിരിക്കട്ടെ, അവരോടും ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കും. ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടവർ എത്രയോ ഉദാഹരണങ്ങൾ പറയണം. ഞാൻ പുറകോട്ട് പോകണം. എത്രയോ ഉദാഹരണങ്ങൾ. കോൺഗ്രസിന്റെ നേതാക്കന്മാരോ കോൺഗ്രസിന്റെ പോലീസ് ഉൾപ്പെടെ ഉള്ളവർ രാജൻ കൊലക്കേസ് വലിക്കോട്ട് എത്രയോ കേസുകൾ പോലീസ് ഉരുട്ടിക്കൊന്നതും അല്ലാതുള്ള സംഘർഷത്തിലും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും സംഘർഷങ്ങളുണ്ട്. ഇത് പാർട്ടി നേതൃത്വം ഹോം മിനിസ്റ്റർ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ചില സംഘർഷങ്ങളിൽ കൊല്ലപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടുക്കിയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലോ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൊന്നത്. ഇവിടെ ഭരിക്കുന്നത് അത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ കോടതിയിലകത്ത് കയറി INTC-കാരാണ് കൊന്നത്. അപ്പോൾ ആ സംഭവം നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ ഈ കൊലപാതകങ്ങൾ, രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കൊലപാതകങ്ങളുണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കും. ഇതൊന്നും രഹസ്യമായ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതിയെ സംരക്ഷിക്കാൻ അതാത് രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രമിക്കുമെന്നുള്ളത് അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണ്, ഒരു പാർട്ടിയിൽ മാത്രമല്ല. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിങ്ങൾ ആ കുറ്റപത്രം എടുത്തു വെച്ച് ആ കുറ്റപത്രവും സാക്ഷിമൊഴികളും നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കണം. അത് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, വായിച്ചിട്ടുമില്ല. അതിനകത്ത് ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രത്തിലുള്ള സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്, അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണലായിട്ടാണ് 10 പേരുടെ കുറ്റപത്രം ഇവർ കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ആ കുറ്റപത്രം അഡീഷണലായിട്ട് CBI കൊടുത്ത കുറ്റപത്രം മാത്രം വെച്ചുകൊണ്ടാണോ ഇത്രയും പേരെ ശിക്ഷിച്ചത്? അല്ല. കേരള പോലീസ്, കേരള ക്രൈംബ്രാഞ്ച് കൊടുത്ത ഈ കേസ് പൗരാണിക കാലത്ത് നടന്ന കേസല്ല. ഈ കേസിന്റെ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രതിയെ കൊണ്ട് ഈ തെളിവെടുക്കാൻ വേണ്ടി പോവുക ഒരു പൊട്ടക്കിണറ്റിൽ പോയിട്ട് തെളിവെടുക്കാൻ വേണ്ടി ഈ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് തുരുമ്പ് പിടിച്ചൊരു വാളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ദൃശ്യം. ആ വാള് വെച്ച് ഇവരെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഇതിനുള്ള അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ആസിഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഫോറൻസിക് സർജന് ആ ആയുധമൊന്നും കാണാൻ പറ്റിയിട്ടില്ല കോടതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ അന്വേഷണത്തെ പറ്റി സംശയം ഉയർന്നത്, CBIക്ക് പോകണം എന്നാവശ്യപ്പെട്ടത്. അത് മറക്കരുത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ കുറ്റപത്രം, ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രം കാഷ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന വാർത്തകളെല്ലാം ശരിയാണ്. ആ കുറ്റപത്രം നിലനിർത്തിയിരിക്കുന്നത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ കുറ്റപത്രത്തിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഹൈക്കോടതി വരെ പോകണ്ട. ഒരു കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയാൽ അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ മജിസ്ട്രേറ്റ് വേണമെങ്കിൽ അത് റീഇൻവെസ്റ്റിഗേഷൻ വിടാം, ജില്ലാ ജഡ്ജിക്ക് വിടാം, ഹൈക്കോടതി ജഡ്ജിക്ക് വിടാം. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. ആ കുറ്റപത്രം അതുപോലെ അംഗീകരിക്കണമെന്ന് പറയുന്നില്ല. ഇത് ഡിവിഷൻ ബെഞ്ച്, അവിടെ ഇരിക്കുന്ന എന്താ മണ്ടന്മാരാണോ കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഇരിക്കുന്ന ജഡ്ജിമാർ? അവരാണ് പറയുക. അതും ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയ കുറ്റപത്രം അതിനെ സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന് ആ കുറ്റപത്രത്തിനകത്ത് കാര്യമാറ്റ പ്രസക്തമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ ഇരുന്നുകൊണ്ട് പറയുമോ ഈ കുറ്റപത്രം നിലനിർത്തിക്കൊണ്ട് സപ്ലിമെന്ററി ചാർജാണ് കൊടുക്കേണ്ടതെന്ന് CBIയോടെ ഹൈക്കോടതി ആവശ്യപ്പെടുമോ? പിന്നെ ആവശ്യപ്പെടാത്തതിന്റെ കുറ്റപത്രത്തിനകത്ത് തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ CBI അന്വേഷണത്തെ എതിർത്ത് എന്തിനാണ്? CBI അന്വേഷണത്തെ എതിർത്ത് ഞാൻ പറയാം.
തീർച്ചയായിട്ടും ശരിയാണ്. ഞാൻ പറയാം, കേരള പോലീസോ കേരള ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുമ്പോൾ ആ കുറ്റപത്രത്തിനകത്ത് ന്യൂനതകളില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഹോം ഡിപ്പാർട്ട്മെന്റിന് കേരള പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഇവിടെ വരുന്ന കേസുകൾ നിങ്ങൾക്കറിയാലോ, രഞ്ജി ശ്രീനിവാസൻ കേസ്, എത്രയോ കേസുകൾ കേരള പോലീസ് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, ആ പ്രതികൾക്കെല്ലാം വധശിക്ഷ വരെ വധിച്ചു. പോലീസ് കേസ് അന്വേഷിച്ച് ചാർജ് ചെയ്തു. അതായത് സംസ്ഥാന പോലീസ് അന്വേഷിച്ച ഒരു കേസ് പിന്നീട് CBI ആവശ്യപ്പെടുമ്പോൾ അത് സംസ്ഥാന പോലീസിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന എല്ലാ കേസിലുമുള്ള പ്രഖ്യാപിത നിലപാടാണ്. അല്ല, ഓരോ കേസിനും ഓരോ സ്വഭാവങ്ങളുണ്ട്, ഓരോ സാഹചര്യങ്ങളുണ്ട്. അതിനനുസരിച്ചാണല്ലോ. എന്തിന് ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, എല്ലാ കേസിനും ഹൈക്കോടതി CBI അന്വേഷണം അനുവദിക്കാറുണ്ടോ? പലതിനും ഹൈക്കോടതി റിജക്ട് ചെയ്യാറുണ്ടല്ലോ. അതെന്താ ചെയ്യുന്നത്? ചില കേസുകൾക്ക് ഹൈക്കോടതി CBI അന്വേഷണം അനുവദിക്കും, ചില കേസുകൾക്ക് സുപ്രീം കോടതി വരെ പോയാൽ പോലും CBI അന്വേഷണം അനുവദിക്കാറില്ല. കാര്യം എന്താ? ഓരോ കേസിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട്. ആ സ്വഭാവ രീതികൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും തീരുമാനമെടുക്കുന്നത്. അപ്പൊ തീരുമാനങ്ങൾ കോടതിക്ക് അത് ബോധ്യപ്പെട്ടാൽ മതി. സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കാനുള്ള മാനദണ്ഡം ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാർ എതിർത്തത് ക്രൈംബ്രാഞ്ച് 2020 മെയ് മാസം 30 14 പ്രതികളെ വെച്ച് പരിപൂർണമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിനെതിരെയാണ് ഗവൺമെന്റ് പോയത്. അത് ഗവൺമെന്റിന്റെ ഒരു നിലപാടാണത്. ഗവൺമെന്റ് ഹോം ഡിപ്പാർട്ട്മെന്റിലെ ക്രൈംബ്രാഞ്ച് വരുന്നത്, കേരള പോലീസ് വരുന്നത്, അവർ കൊടുത്ത കുറ്റപത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഘട്ടങ്ങളിലായി സംസ്ഥാന പോലീസ് അന്വേഷിച്ചു അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അതിൽ ഏത് മാനദണ്ഡ പ്രകാരമാണ് CBIക്ക് വിട്ടത്? ഞാൻ പറഞ്ഞില്ലേ അജിംസെ, ഓരോ കേസിനും ഓരോ രീതിയും ഓരോ സാഹചര്യങ്ങളുമാണ്. ആ കേസിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ഹൈക്കോടതിയിൽ പോകും, ചിലപ്പോൾ CBIക്ക് വിടും, ചിലപ്പോൾ CBIക്ക് വിടണ്ട എന്ന് തീരുമാനിക്കും. അത് കേസിന്റെ ഓരോ രീതികളാണ്. ആ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഗവൺമെന്റിനോ ഹൈക്കോടതിക്കോ ഒക്കെ തീരുമാനമെടുക്കാം. ഞാൻ അതല്ലേ പറഞ്ഞേ, ഹൈക്കോടതി എല്ലാ കേസിനും CBI അന്വേഷണം അനുവദിക്കാറുണ്ടോ? അനുവദിക്കാറില്ല. ഹൈക്കോടതി ഒരു CBI അന്വേഷണത്തിന് റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ മാനദണ്ഡവും പാർട്ടിയും സർക്കാരും അത് വേണ്ട എന്ന് പറയുന്നതിന്റെ മാനദണ്ഡവും വ്യത്യസ്തമാണ്. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് മാത്രം വിശദമാക്കിയിട്ടില്ല. അത്രേ ഉള്ളൂ. ഞാൻ മടങ്ങി വരാൻ കഴിയില്ല. ശ്രീ ജിൻഡോ, ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇത് പാർട്ടി ഗൂഢാലോചന നടത്തി നടപ്പാക്കിയൊരു ക്രൈമാണ് എന്നായിരുന്നു. ഇപ്പോഴും അത് നിങ്ങൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ CBIയുടെ കുറ്റപത്രത്തിൽ പോലും അതില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന പോലീസ് അന്വേഷിച്ച കുറ്റപത്രം നിലനിർത്തിക്കൊണ്ടാണ് CBIയുടെ കുറ്റപത്രം കോടതി സ്വീകരിച്ചതെന്നും ചൂണ്ടിക്കാട്ടുന്നു അഡ്വക്കേറ്റ് ബൽദേവ്. നിങ്ങളുടെ ആരോപണം പൊളിയുകയല്ലേ? അജിംസെ, ഇവര് എത്ര വേണമെങ്കിലും ആരോപണമൊക്കെ പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കുന്നേ, ഈ കൊലപാതകത്തിന് കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞത് എന്തായാലും CPMന്റെ ബ്രാഞ്ച് മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള ആളുകൾക്ക് ബന്ധമുള്ള കേസാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബലദേവ് അടക്കം കേരളത്തിലെ CPM നേതാക്കന്മാർ സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ CPMന്റെ നേതാക്കന്മാരാണെന്ന് അവർ സമ്മതിച്ചല്ലോ, CPMന് വേണ്ടപ്പെട്ടവരാണെന്ന് സമ്മതിച്ചല്ലോ. അതിന്റെ അർത്ഥം ഈ പാർട്ടിക്ക് ബന്ധമുണ്ടെന്നാണ്. ഇനി രണ്ടാമത്തത്, ഈ കൊലപാതകത്തിലേക്ക് കാരണമായിട്ടുള്ള പ്രസംഗം നടത്തിയ, കൊലവിളി പ്രസംഗം നടത്തിയ VPP മുസ്തഫ, അതുപോലെ ഈ കൊലപാതകത്തിന് മുമ്പ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ, അതിനുശേഷം കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ഇവരുടെ വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞ നേതാക്കന്മാരുടെ പിന്തുണ, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്, 1.5 കോടി രൂപയോളം ചെലവഴിച്ച് പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് കൃപേഷിന്റെ ശരത്ലാലിന്റെ ശവടക്ക് സംസ്കാരത്തിന് ഉപയോഗിച്ച സാധനങ്ങളുടെ വരെ നികുതി പണം എടുത്ത് ചെലവഴിച്ച് ഈ പ്രതികൾക്കെതിരെ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് കോടതി മുന്തിയ വക്കീൽമാരെ ഇറക്കി വാദിച്ച ഗവൺമെന്റിന്റെ പിന്തുണ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ, അതുപോലെ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് 1-ാം പ്രതിയുടെ ഭാര്യയ്ക്ക് 1-ാം സ്ഥാനവും 2-ാം പ്രതിയുടെ ഭാര്യയ്ക്ക് 2-ാം സ്ഥാനവും 3-ാം പ്രതിക്കും അതുപോലെ ജോലി കൊടുക്കാൻ വേണ്ടി പാർട്ടി ഭരിക്കുന്ന സ്ഥാപനത്തിൽ ജോലി കൊടുക്കാൻ കാണിച്ച ആ ശ്രദ്ധ, പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ, അതുപോലെ തന്നെ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ വാദികൾക്ക് വേണ്ടി ഹാജരായിരുന്ന വക്കീലിനെ കൂറുമാറ്റി, ആ നികൃഷ്ടനായ വക്കീലിനെ കൂറുമാറ്റി കൊണ്ടുപോകാൻ കാണിച്ച ആ താല്പര്യം, അദ്ദേഹത്തിന് കൊടുത്ത പണം, ഇതെല്ലാം പാർട്ടിയുടെ സാന്നിധ്യം എളിവാക്കുന്നതാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടി കാലേ കൂട്ടി ആലോചിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതി. ഇവിടെ മുൻ DGP ആസഫ് അലി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ടെററിസ്റ്റ് അറ്റാക്കിന് സമാനമാണെന്ന്. സമാനമാണ് അജിംസെ. ഇവിടെ TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ കേസിലെ കൊടിസുനിയെ കഴിഞ്ഞ ദിവസം ഒരു പരോൾ കൊടുത്തില്ലേ?
സകലവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പരോൾ കൊടുത്തു. അതുപോലെ കുഞ്ഞനന്ദൻ അടക്കമുള്ള പാവപ്പെട്ട എന്ന് ഇവർ വാഴ്ത്തിപ്പാടുന്ന കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നതിനേക്കാൾ കാലം പുറത്ത് കിടന്ന താമസിച്ച സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. ആ TP കേസിൽ സമാനമായ സാഹചര്യമല്ലേ? കൊന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറിയും പാർട്ടി ചാനലും നിരന്തരം പുലമ്പിക്കൊണ്ടിരുന്ന എന്താ? തീവ്രവാദ അക്രമം എന്ന. പള്ളിക്കാട് ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കരന്മാരെ ലൈറ്റ് ഉണ്ടായിരുന്ന പറഞ്ഞ് ഇവർ കൊന്നതിന് ശേഷം വേറെ ആരുടെയെങ്കിലും ഒക്കെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. ആസൂത്രിതമായിട്ട് കൊലപാതകം നടത്തുന്നതിൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊലപാതകികളായിട്ടുള്ള RSSകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് CPM കേരളത്തിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. അതിന് പകരമായിട്ട് അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബലദേവനെ പോലുള്ള ആളുകൾ പറയുന്ന പണ്ട് പല സ്ഥലത്തും നടന്നിട്ടില്ല എന്ന. ആര് കൊലപാതകം നടത്തിയാലും ഏത് പാർട്ടിയിൽപ്പെട്ട ആൾ മരണപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും അത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് നമുക്ക് പറയണം. മാത്രമല്ല ആരെങ്കിലും തമ്മിൽ തല്ലയോ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന പോലെയല്ലല്ലോ. ഇത് ആസൂത്രിതമായിട്ട് രണ്ട് ചെറുപ്പക്കാരെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ നോക്കിയിട്ട്. ജിൻഡോ, നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഓർക്കണം, എരന്ന് വാങ്ങിയ മരണമെന്നാണ്. അല്ല, ഞാൻ അജിംസെ ആ വിഷയം ഇപ്പോൾ ബലദേവ് പറഞ്ഞെങ്കിൽ ഞാനത് തൊടാതെ പോയതാ. അത് ഈ വിഷയമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടതെന്ന് ഓർത്ത്. ഇവിടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിന്റെ മരണമായിരിക്കും. ധീരജ് കൊല്ലപ്പെട്ടത് കോളേജിനകത്തല്ല, പുറത്താണ്. കൊല്ലപ്പെടാൻ കാരണം 10-20ഓളം SFIക്കാർ നിഖിൽ പൈലിയെ കൊല്ലാൻ ഓടിക്കുകയും കൂട്ടക്കുത്തിനിടയ്ക്ക് കുത്തുമാറിക്കൊണ്ട് മരിച്ചതാണെന്നൊക്കെ അന്ന് SFIയുടെ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അന്നത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താ? നിങ്ങൾ കുട്ടികൾ അഭിപ്രായം പറയേണ്ടെന്നാ. ആ കേസിന്റെ നാൾ വഴികൾ എവിടം വരെയായി നമ്മൾ പരിശോധിക്കണ്ടേ? നിഖിൽ പൈലി കൊണ്ടുവന്ന കത്തിയാണെന്ന് കേരള പോലീസിന് പറയാൻ പറ്റിയിട്ടുണ്ടോ? കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അതിന് വേറൊരു കാര്യമുണ്ട്. അത് KPCC പ്രസിഡന്റ് പറഞ്ഞതിന് ഞാൻ ന്യായീകരിക്കുമൊന്നുമല്ല. പക്ഷേ കൊല്ലാൻ പോകുന്ന ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. അവിടെ ആ വിഷയമായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ പാടില്ല. ഇവിടെ ആസൂത്രിതമായിട്ട് കൊലപാതകം നടത്തി മരണത്തിൽ അതിന്റെ പ്രതി നിഖിൽ പൈലി അല്ല എന്ന് തന്നെയാണോ കോൺഗ്രസിന്റെ നിലപാട്? അല്ല, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കേസായതുകൊണ്ട് അതിന് ഞാൻ നേരത്തെ വിധി പ്രഖ്യാപിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അല്ലെങ്കിൽ CPM നേതാക്കന്മാർക്ക് തുല്യമാവില്ലേ? കോടതിയുടെ വിധി വരട്ടെ. കോടതിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും അല്ലേ കേസ് നടത്തുന്നത്. കോടതി വിധി വരട്ടെ. അതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ ഞങ്ങൾക്ക് പ്രദേശത്തുള്ള പ്രവർത്തകരോടും KSUക്കാരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും കോൺഗ്രസ്സുകാരോടും അറിഞ്ഞ അഭിപ്രായം പറയുന്നത്. മാത്രമല്ല SFIക്കാർ പോലും പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്ത് വിധി പ്രസ്താവിക്കേണ്ടത് കോടതികളുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് അവർ നടത്തട്ടെ. ഇനി ഞാനിവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. 2 തരം ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒന്ന് കൃപേഷിനെ ശരത്ലാലിനെ കൊല്ലാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. ആ ഗൂഢാലോചനയ്ക്ക് ശേഷം ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള 2ാമത്തെ ഗൂഢാലോചന. ഈ 2ാമത്തെ ഗൂഢാലോചന നമ്മൾ പരിശോധിക്കണ്ടേ? അവിടെയാണ് CBI വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ ബലദേവ് പറയുന്നത് അത് ഓരോ കേസിനും അനുസരിച്ചിട്ടാണെന്ന്. സരിത പറയുമ്പോൾ CBI വരാം. പക്ഷേ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മയും അച്ഛനും ഒക്കെ പറയുമ്പോൾ, സഹോദരങ്ങൾ പറയുമ്പോൾ CBI വേണ്ട. CBI വേണ്ടെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതൊക്കെയാ? നവീൻ ബാബുവിന്റെ കൊലപാതകം, കൃപേഷിന്റെയും ശരത്ലാലിന്റെ കൊലപാതകം, ഷുക്കൂറിന്റെയും ഷുഹൈബിന്റെയും അടക്കമുള്ള കൊലപാതകങ്ങളിലൊക്കെ CBI വേണ്ട എന്ന് CPM നേതൃത്വം സർക്കാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPMന്റെ നേതാക്കന്മാരാ. ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ആസൂത്രണത്തിൽ ഗൂഢാലോചന നടപ്പാക്കുന്ന ഈ കൊലപാതകം. ഇന്ന് ശിക്ഷ വിധിക്കപ്പെട്ട കുഞ്ഞിരാമന്റെ പ്രസ്താവന താങ്കൾ കണ്ടില്ല ജിംസെ? 5 വർഷം ഒന്നും ഒരു വലിയ പ്രശ്നമല്ല എന്ന്. ഒരു കൊലപാതക കേസിൽ ഒരു മുൻ MLA ജയിലിൽ പോകുമ്പോൾ അദ്ദേഹം ഈ പൗരസമൂഹത്തിന്, പൗരബോധമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? 5 വർഷം കേസിൽ ഞാൻ പ്രതികളെ രക്ഷിക്കാൻ നോക്കിയതിന്റെ പേരിൽ ജയിലിൽ പോകുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല. അതൊരു അഭിമാനമായിട്ട് കാണുന്ന ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാരാണ് നമ്മുടെ പൊതുസമൂഹത്തിന് നേതാക്കന്മാരായി നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് അവരെ ന്യായീകരിക്കുകയാണ്. ഇവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ എന്താ? ഇത്തരം കേസിലൊക്കെ പ്രതികളെ ഞങ്ങൾ പുറത്താക്കിയാൽ പാർട്ടിയിൽ പിന്നെ ആളുണ്ടാവില്ലെന്ന്. സത്യമാണ്. പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന കാരണഭൂതൻ തൊട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരിക്കുന്ന കൊലപാതകങ്ങൾ വരെയുള്ള ആളുകളെ പുറത്താക്കിയാൽ, കൊലക്കേസിന്റെ പേരിൽ, ആരോപണത്തിന്റെ പേരിൽ, പ്രതിയാക്കപ്പെട്ടതിന്റെ പേരിൽ പുറത്താക്കിയാൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ ആളില്ലാതാകുമെന്നുള്ള പൂർണ്ണബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത്. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ഇന്ന് ശിക്ഷ വിധിച്ച്, ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി പുറത്തേക്ക് വിട്ട, ജയിലിലേക്ക് വിട്ട പ്രതികൾക്ക് മുഷ്ടി ചുരുട്ട് അഭിവാദ്യം ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. TP കേസിലും ഇവർ സമാനമായ നിലപാടല്ലേ എടുത്തത്? ഇപ്പോൾ ഇവർ പറയുന്നത് TP കേസിലെ കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് പരോൾ കൊടുക്കുമ്പോൾ, ഇത്തരം കൊടിസുനിമാരുടെ കയ്യിലേക്ക് പാർട്ടിയുടെ ചെമ്പതാക കൊടുക്കുമ്പോൾ ഇവർ പറയുന്ന അവരാണ് പാർട്ടിയുടെ പതാക ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന. കാപ്പ കേസിലെയും കൊലക്കേസിലെയും പ്രതികൾ ഉയർത്തിപ്പിടിക്കണം CPMന്റെ കൊടിയെന്ന്. അപ്പോൾ ഇവർ നടത്തിയ കൊലപാതകങ്ങൾ, TP ചന്ദ്രശേഖരൻ അടക്കമുള്ള, ഷുഹൈബ്, ശരത്ലാല് അല്ലെങ്കിൽ കൃപേഷ് അടക്കമുള്ള എടയന്നൂരിലെ ഷുഹൈബിനെ അല്ലെങ്കിൽ ഷുക്കൂറിനെയൊക്കെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതികളെ സംരക്ഷിക്കുമ്പോൾ ഇവർ പറയുന്നത് ആ നടത്തിയ കൊലപാതകങ്ങൾ വിപ്ലവ പ്രവർത്തനമാണെന്ന. അത് അംഗീകരിക്കാൻ പൊതുസമൂഹത്തിന് തയ്യാറുണ്ടോ? മാത്രമല്ല, നമ്മുടെയൊക്കെ നികുതി പണം എടുത്തല്ല ഇവർ കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോകുന്നത്. കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ
നോക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇനി ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇവർ ഇതൊക്കെ ചെയ്തില്ലേ അത്ഭുതമുള്ളൂ. ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജെട്ടി മാറ്റിയ ആള് കേരളത്തിലെ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ആ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയല്ലേ. അപ്പോൾ എന്ത് തോന്നിവാസവും ഇവർ ഭരണത്തിന്റെ തണലിൽ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഒരു കാര്യം ബലദേവനോട് സൂചിപ്പിക്കാനുണ്ട്. നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്ര പ്രകാരമായിരുന്നെങ്കിൽ കുഞ്ഞിരാമൻ അടക്കമുള്ള CBI പ്രതിയേർത്ത 10 പേരിൽ 4 പേർ ശിക്ഷിക്കപ്പെടില്ലായിരുന്നു. ആ 4 പേർ കൂടി ശിക്ഷിക്കപ്പെട്ടത് CBI വന്നതുകൊണ്ടാണ്. CBI വന്നില്ലായിരുന്നെങ്കിൽ ആ 4 പേർ ശിക്ഷിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും ശിക്ഷിക്കപ്പെടാൻ സാധ്യത കുറവായിരുന്നു. കാരണം എന്താ? നിങ്ങൾ GI പൈപ്പ് കൊണ്ട് തല വെട്ടിപ്പൊളിച്ചാൽ തല വിണ്ടുമാറുന്ന സാഹചര്യം ഉണ്ടാകുമോ? നിങ്ങളുടെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത ആ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു? അജിംസ് ഇവിടെ സൂചിപ്പിച്ചു. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മൂർച്ചയേറിയ അക്രമം നടത്താൻ സാധിക്കുമോ? ആളുകളെ കൊല്ലാൻ സാധിക്കുമോ? അപ്പോൾ ബൽദേവ് ഒരു വക്കീലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. പാർട്ടിയുടെ നേതാക്കന്മാർ, ബ്രാഞ്ച് തൊട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ തീവ്രവാദ പ്രവർത്തനം, കൊലപാതക പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് ഇരട്ട കൊലപാതകത്തിന് ഇരട്ട ജീവപര്യന്തം കിട്ടിയ ദിവസം എന്തുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർക്ക് ചാനലിൽ വന്നിരുന്ന അഭിപ്രായം പറയാൻ പറ്റാത്തത്? എത്ര ദിവസമായി TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ കൊടുത്ത വിഷയത്തിൽ ചർച്ചയ്ക്ക് വരാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ കൃപേഷിനെ ശരത്ലാലിനെ കൊന്നുകളഞ്ഞ വിഷയത്തിൽ ഇവർക്ക് ചർച്ചയ്ക്ക് വരാൻ സാധിക്കുന്നില്ല. പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബന്ധമില്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ആത്മാഭിമാനത്തോടെ നെഞ്ചുവിരുത്തി എന്ന് അഭിപ്രായം പറയാൻ CPM-ന്റെ നേതാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പോയി മുഷ്ടി ചുരിച്ചില്ലോ കോടതി വരാന്തയിൽ. ആ ആർജവത്തോടെ എന്തുകൊണ്ടാണ് ചാനൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന് അഭിപ്രായം പറയാൻ CPM-ന്റെ പ്രതിനിധികൾക്ക് പറ്റാത്തത്? കാരണം കൊന്നത് ഇവരാണ്, കൊല്ലിച്ചവരെ ഇവരാണ്, കൊന്നവരെയും കൊല്ലിച്ചവരെയും സംരക്ഷിക്കുന്നത് ഈ സർക്കാരാണ്. ശരി, നമ്മുടെ ഈ വരാതിയിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക്. ഈ ചർച്ചയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ സഹോദരി അമൃത കൂടി ചേരുന്നു. അമൃത, ഇന്ന് കോടതി വിധി വന്നതിന് ശേഷം പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോകും എന്ന് CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് എന്താണ് പ്രതികരണം? ഞങ്ങൾ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ CPM-ന്റെ ഉന്നതതലത്തിലുള്ള ആൾക്കാർ ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നൊരു വിധിയാണ് ഇന്ന് വന്നത്. പുതുമ മുൻ MLA അടക്കമുള്ള ആൾക്കാർ ഇതിൽ പ്രതിയായിട്ടുണ്ട്. അവരെ വീണ്ടും സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ് ഇതിൽ ഉന്നതതലത്തിലുള്ള ആൾക്കാർക്ക് പങ്കുണ്ടെന്ന്. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങളുടെ കൂടെ നിന്നില്ല സർക്കാർ. അപ്പോൾ വീണ്ടും ഈ കേസ് വിധി വന്നതിന് ശേഷവും അവർ ശ്രമിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അവർ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും അവരെ സംരക്ഷിക്കണം. പാർട്ടിക്ക് ഇത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതികളെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അമൃത, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കേസിന്റെ തുടക്ക സമയത്ത് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് CK ശ്രീധരൻ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ മാറി അദ്ദേഹം CPM-നൊപ്പം ചേർന്നു. അത് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലമാക്കി, അല്ലെങ്കിൽ ഈ കേസിലെ ഗൂഢാലോചന പുറത്തു വരുന്നതിന് തടയപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? ഈ CK ശ്രീധരൻ വക്കീൽ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ചെയ്യുമെന്നോ, ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുമെന്നോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളുടെ കേസിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചാണ് അദ്ദേഹം പോയത്. അതിനുശേഷം കേസിൻ്റെ രേഖകളൊക്കെ പഠിച്ചതിന് ശേഷം പ്രതികൾക്ക് വേണ്ടി വാദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും CBI വന്നതോടെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി ആര് വന്നാലും കേസ് ദുർബലപ്പെട്ട് പോകുമോ എന്നുള്ളൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. അതിന് തക്കതായ എവിഡൻസാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ആ എവിഡൻസോടുകൂടി നല്ലൊരു വിധി തന്നെ വരുമെന്ന് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ളൊരു വിധി തന്നെയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഓക്കെ, അമൃത, ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞിരാമൻ മുൻ MLA കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റമല്ല ഉള്ളത്, പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന ഒന്നാണുള്ളത്. അതിപ്പോൾ ഗൂഢാലോചന നടത്തിയ ഈ അറ്റാക്കിൽ പങ്കെടുത്ത, ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പ്രതികൾ, ഇരട്ട ജീവപര്യന്തം നേടിയ പ്രതികൾ മാത്രം ഗൂഢാലോചന നടത്തിയതാണ് എന്നാണ് ഇപ്പോൾ CBIയുടെ കുറ്റപത്രവും
കോടതി വിധിയും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഗൂഢാലോചന കൃത്യമായി നടന്നു എന്നുള്ള തെളിവല്ലേ ഇത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കുള്ള സംരക്ഷണം കൊടുക്കുന്നതല്ലേ. അപ്പോൾ അവരറിയാണ്ട് ഇതൊന്നും നടക്കില്ലല്ലോ. അത് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടല്ലേ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു വ്യക്തി വൈരാഗ്യമല്ല, അതിന് തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വ്യക്തി വൈരാഗ്യത്തിലേക്ക് പോകാനുള്ള ഒരു പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായിട്ടില്ല. ഇത് പാർട്ടിയുടെ ഉന്നത തലത്തിലുള്ള ആൾക്കാർ ഇതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചത്. CBI വന്നതോടെ ആ സത്യം തെളിയിച്ചു എന്നാണ് പറയാനുള്ളത്. ശരി, അമൃതയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആസിഫ് അലി, ഈ ശ്രീധരൻ്റെ കൂറുമാറ്റം ഈ കേസിൻ്റെ വിധിയെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയെങ്കിലും തെളിയിക്കാൻ പറ്റാതെ പോയി, അങ്ങനെ കരുതുന്നുണ്ടോ? അത് ആ മാറ്റം ഒരു തിരിച്ചടിയായിരുന്നോ പ്രോസിക്യൂഷന്? ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ ബഹുമാന്യനായ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. സിംഗിൾ ജഡ്ജിയുടെ വിധി പ്രകാരം കുറ്റപത്രം റദ്ദാക്കി അത് ഡിവിഷൻ ബെഞ്ച് പുനഃസ്ഥാപിച്ചു. ഈ 173(8) CRPC ഒരു തവണ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു കേസ് അന്വേഷണത്തിൻ്റെ കുറ്റപത്രം കോടതിയിൽ ബോധിപ്പിച്ചു കഴിഞ്ഞാലാണ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ആ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്നത് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റാണ്. അപ്പോൾ കുറ്റപത്രം റദ്ദാക്കിയാലും റദ്ദാക്കിയില്ലെങ്കിലും പിന്നെ നിലനിൽക്കുന്നത് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റാണ്. ഞാൻ തന്നെ നടത്തിയ, പ്രോസിക്യൂഷന് വേണ്ടിയും ഡിഫൻസിന് വേണ്ടിയും നടത്തിയ, ഹർജിക്കാർക്ക് വേണ്ടി നടത്തിയ CBI അന്വേഷണത്തിൽ പയ്യോളി മനോജ് വധക്കേസ്, ആ കേസിൽ ഡമ്മി പ്രതികളെ വെച്ചിട്ടാണ് കേസ് കൊടുത്തത്, കുറ്റപത്രം കൊടുത്തത്. വിചാരണ അടുക്കുമ്പോഴാണ് പ്രതികൾ കോടതിയിൽ നിന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കത്തയച്ചത്. ഞങ്ങളല്ല ഇതിൽ പ്രതികൾ, യഥാർത്ഥ പ്രതികൾ വേറെയാണ്. ആഭ്യന്തരമന്ത്രി എനിക്ക് അയച്ചൊരു റിപ്പോർട്ടിനോട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. കോടതിയിൽ അവസാനം ഒരു പൊതു താല്പര്യ ഹർജി വന്നു. പൊതു താല്പര്യം, ഒരു വ്യക്തി, ആ കൊല്ലപ്പെട്ട മനോജിന്റെ സുഹൃത്ത് ഒരു ഹർജി കൊടുത്തു. ആ കേസിൽ BJPയുടെ പ്രവർത്തകനാണ് മനോജ്. ആ കേസിൽ കുറ്റപത്രം കൊടുത്തതാണ്. ആ കേസിൽ കുറ്റപത്രം റദ്ദാക്കിയിട്ടില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി CBI. എന്തുണ്ടായി? യഥാർത്ഥ പ്രതികൾ പോയി. ആ കുറ്റപത്രം ഡമ്മി പ്രതികൾ പോയി. യഥാർത്ഥ പ്രതികളെ പിടിച്ചു. CPM-ന്റെ ഉന്നത നേതാവ്, ബാങ്ക് പ്രസിഡന്റ് പ്രതിക്കൂട്ടിലാണ്. കൊല്ലത്തെ രാമഭദ്രം കേസ് കുറ്റപത്രം റദ്ദാക്കിയിട്ടില്ല CBI അന്വേഷണത്തിന്. അരിയിൽ ശുക്കൂർ വധക്കേസ് കുറ്റപത്രം റദ്ദാക്കിയിട്ടില്ല. 173(8) എന്ന് പറയുന്നത് എന്താണ്? സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് വന്നാൽ, എൻ്റെ ബഹുമാന്യനായ അഭിഭാഷകൻ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ കുറ്റപത്രം ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്ന്, സിംഗിൾ ജഡ്ജ് റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചു, എന്തർത്ഥാണ് പറയുന്നത്? സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് കോടതിയിൽ വന്നാൽ പിന്നെ സപ്ലിമെന്ററി ചാർജ് ഷീറ്റാണ്. ആദ്യത്തെ കുറ്റപത്രത്തിലാണെങ്കിൽ ഇന്ന് 24 പ്രതികളും ക്ലീൻ അക്വിറ്റലാണ്. ഇനി മറ്റേ ഒരു അഭിഭാഷകനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നതായി ധരിക്കരുത്. സാധാരണ സാക്ഷി കൂറുമാറലുണ്ട്, പ്രതി കൂറുമാറും. അതാണല്ലോ മാപ്പ് സാക്ഷി, അക്കംപ്ലിസ്. നമ്മുടെ നിയമത്തിൽ തന്നെ അനുവദനീയമാണ്. അഭിഭാഷകൻ കൂറുമാറിയത് വളരെ ലജ്ജാകരമാണ്, ഖേദകരമാണ്. ഈ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ മാതാപിതാക്കളെ വീട്ടിൽ പോയി കണ്ടു. ഈ കേസിന്റെ എല്ലാ രേഖകളും അദ്ദേഹത്തിന് കൈവശമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി മാറി, ദാറ്റ് ഇസ് റൈറ്റ്, ആർക്കും തർക്കിക്കാനില്ല. ഒരു പ്രൊഫഷണൽ എത്തിക്സിനെതിരായിട്ടല്ലേ അദ്ദേഹം ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായത്? ഈ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളെ കോടതിയിൽ വെച്ച് എതിർവിസ്താരം ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം കളവാണ്, ഒരു സജഷൻ. ജസ്റ്റ് ഇമാജിൻ, ഇതിൽ കവിഞ്ഞൊരു പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് ഒരു അഭിഭാഷകന്റെ പേരിൽ ചുമത്തുന്നുണ്ടെങ്കിൽ ഇതിൽ കവിഞ്ഞ പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് വേറെ ഇല്ല. ആരംഭഘട്ടത്തിൽ ഈ കേസിന്റെ എല്ലാ ഡോക്യുമെന്റ്സും അദ്ദേഹം കൈവശമുണ്ടായിരുന്നു. അദ്ദേഹം പിടിച്ചു വെച്ചു. CBI അന്വേഷണം വേണ്ട എന്ന് ഈ മാതാപിതാക്കളോട് ഉപദേശിച്ചു. അപ്പോഴാണ് മാതാപിതാക്കൾ എന്നെ സമീപിച്ചത്. അങ്ങനെയുള്ള ഒരു അഭിഭാഷകൻ നേരെ കാലുമാറി. അദ്ദേഹം കാലുമാറിയത് കൊണ്ട് കേസിനെ ഒരു രീതിയിലും ബാധിക്കില്ല. കാരണം കേസ് എന്ന് പറയുന്നത് ഒരു ട്രൂത്തിന്റെ ഫൗണ്ടേഷനാണ് ഈ കേസിന്. അതിൽ അന്വേഷണം പ്രോപ്പറായി കഴിഞ്ഞാൽ ആര് വക്കീൽ കൂറുമാറിയാലും എന്ത് രഹസ്യം പുറത്തു കൊടുത്താലും ഇറ്റ് വിൽ മേക്ക് നോ ഡിഫറൻസ്. അദ്ദേഹം കൂറുമാറി.
ഈ പ്രതികളെ സഹായിക്കാൻ. കാരണം ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. കോടതിയിലെ കുറ്റപത്രം ആർക്കറിഞ്ഞു കൊടുത്താലും അതിന് കോപ്പി കിട്ടും. അങ്ങനെയാണല്ലോ ഈ പരാതിക്കാരായ മാതാപിതാക്കൾക്ക് ഈ കേസിലെ അട്ടിമറിയെ സംബന്ധിച്ച് വിവരം കിട്ടുന്നത് ആരംഭത്തിൽ തന്നെ. അപ്പൊ ഒരു അഭിഭാഷകൻ കൂറുമാറി ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി നിന്നാൽ അത് അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഈ കേസിനെ ഒരു രീതിയിലും അത് ബാധിക്കില്ല. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇവിടെ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയമായി നിങ്ങൾക്കൊരു തിരിച്ചടിയാണ്. കാരണം ഇതിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇതിലെ ഹിറ്റ് സ്ക്വാഡ് നടത്തിയ ഗൂഢാലോചന മാത്രമായിട്ടാണ് CBI പോലും കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ആരോപണം ജില്ലാ കമ്മിറ്റിയെങ്കിലും അറിഞ്ഞായിരിക്കും ഈ ഗൂഢാലോചന എന്നായിരുന്നു തുടക്കം മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലുള്ളവരുടെ ആരോപണം. അല്ല അജീംസേ, ഇത് ഈ കാര്യത്തിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പരാജയമല്ല, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പരാജയം കൂടിയല്ലേ. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഇത്രയും നേരം, അതുപോലെ ഈ വിധി വന്നത് തൊട്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ എല്ലാത്തിലും ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് എടുത്ത സ്റ്റാൻഡ് എന്താ, പാർട്ടി എടുത്ത സ്റ്റാൻഡ് എന്താ? പാർട്ടിയും പോലീസുമാണ് കേരളത്തിലെ ഭരണകൂടം. ഈ ഭരിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും ഭരണകൂടം മോദിയുടെയാന്നൊക്കെ പറയുന്ന കൂട്ട് ആ ലോജിക്കൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ലല്ലോ. കേരളത്തിലെ പാർട്ടിയും കേരളത്തിലെ പോലീസും ചേർന്നാണ് ഇവിടുത്തെ ഭരണകൂടം. അവരെടുത്ത സ്റ്റാൻഡ് എന്താ? അവരിൽ ആരെങ്കിലും ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നില്ല ഏതെങ്കിലും മനുഷ്യത്തോളം ഒരു മനുഷ്യൻ കൃപേഷിനും ശരത്ലാലിനും വേണ്ടിയിട്ട് വാദിച്ചോ? അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ, അല്പം മനുഷ്യത്വം അവശേഷിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും വർഷത്തിനിടയ്ക്ക് ആ രണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം ഇവരെല്ലാവരും സ്റ്റാൻഡ് എടുത്തത് പ്രതികൾക്ക് വേണ്ടിയിട്ട്, പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യത്തിൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി ഉന്നയിക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആശങ്കകൾ, അഭിപ്രായങ്ങളൊക്കെ മുഴുവനും തെളിയിക്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതാക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നല്ല. കോൺഗ്രസ് പറഞ്ഞ കാര്യം തെളിയിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ഡിബേറ്റ്. പൊതുസമൂഹം, നമ്മുടെ നീതിബോധമാണ് ഇവിടെ പരാജയപ്പെടുന്നത്. നമ്മുടെ നീതിബോധം. പിണറായി വിജയന് തുടർ ഭരണം കിട്ടിയപ്പോൾ പരാജയപ്പെട്ട ഒരു ജനതയാണ് കേരളത്തിലെ. ഇതുപോലെ ചെറുപ്പക്കാരെ കൊന്നില്ലാതാക്കി കളഞ്ഞിട്ട് ഈ പരിഷ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുന്ന, പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മൾ 2025 ഈ ന്യൂ ഇയറിന് തൊട്ടടുത്ത ദിവസം ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു ഗതികേടില്ലേ നമുക്ക്? ഇവരെയൊക്കെ ന്യായീകരിക്കുന്ന കുറേ ആളുകളില്ലേ? വക്കീലുമാരും അല്ലാത്തവരും, സഹയാത്രികരും അല്ലാത്തവരും, എഴുത്തുകാരും പ്രഭാഷകരുമായിട്ടുള്ള മനുഷ്യർ ആ രണ്ട് ചെറുപ്പക്കാരെ കൊന്നു കളഞ്ഞതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ന്യായീകരിക്കുന്ന നമ്മൾ കണ്ടില്ലേ? ജില്ലാ സെക്രട്ടറി മുഷ്ടി ചുരുത്തി മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? ഇവരാണ് അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കുന്ന ആളുകൾ. ഇവർ നാളെ പറയും മനുഷ്യനാകണം, മനുഷ്യനാകണം എന്നൊക്കെ പറയും. ഏത് ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമാണത്രേ മാർക്സിസം. കേരളത്തിലെ എന്ത് തേങ്ങാക്കൊല ഇവർ പറയുന്നത്? മരിച്ചവരാരുമാകട്ടെ, അവരുടെ പാർട്ടി എന്തുവാകട്ടെ, മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെടുന്നത് സ്റ്റേറ്റിനെതിരെയുള്ള ക്രൈമല്ലേ? കൊലപാതകം സ്റ്റേറ്റിനെതിരെയുള്ള ക്രൈമല്ലേ? ഇവിടെ സ്റ്റേറ്റിന്റെ നിലപാട് എന്തായിരുന്നു? കൊന്നവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തത്. കൊല്ലപ്പെട്ടവർക്ക് നീതി നടപ്പാക്കണമെന്ന് സ്റ്റേറ്റ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചത് അജീം സുറ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് സഹയാത്രികന് പോലും പറയാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട്? കൊല്ലപ്പെട്ട രണ്ട് ചെറുപ്പക്കാർക്ക് നീതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇഞ്ച് നടപടിയെടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷന് സാധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. മനസ്സിലായോ? നമ്മൾ പരാജയപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെയുള്ള അസഫ് അലി സാറിനെ പോലുള്ള ആളുകൾ, CBI-യുടെ ഇടപെടലുകൾ, പൊതുസമൂഹത്തിന്റെ പൗരബോധം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ട്, മാധ്യമങ്ങളുടെ ജാഗ്രത, പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. അല്ലെങ്കിൽ എന്തായിരിക്കും? 5 വർഷം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ജയിലിലേക്ക് പോയ കുഞ്ഞിരാമനെ പോലുള്ള ആളുകളെ വാഴ്ത്തിപ്പാടുന്ന സംസ്ഥാന സെക്രട്ടറി അഭിമാനമാണെന്ന് അവർ പറയുന്നത്. ഇവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റ് തിരുത്താൻ പോകുന്ന ആളുകൾ. എന്ത് തെറ്റാതിരുത്തുന്നത്? കാപ്പ കേസിലെ പ്രതികൾക്ക് കൊടി കൊടുക്കുമ്പോൾ നമ്മളത് മോശമാണെന്ന് പറഞ്ഞു. മോശമാണെന്ന് ഇവർക്ക് തോന്നിയിട്ടില്ല. ഇവർ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നു, അന്യായമായിട്ട് അവരെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസമല്ലേ ഒരു നിഖിൽ വധക്കേസിലെ രഞ്ജിത്തിന്റെ വീട് കയറി താമസത്തിന് പോയതായിരിക്കുക? നവീൻ ബാബുവിന്റെ കൊലക്കേസിലെ പ്രതി PP ദിവ്യ, ഷുക്കൂറിന്റെ കൊലക്കേസിലെ പ്രതി P ജയരാജൻ, അതുപോലെ തന്നെ TP കേസിലെ കൊലക്കേസിലെ പ്രതികൾ, ഇങ്ങനെ കൊലക്കേസ് പ്രതികളുടെ ഗൃഹപ്രവേശനം ആഡംബരമായിട്ട് ആഘോഷമായിട്ട് നടപ്പാക്കാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയൊക്കെ നേരിട്ട് ഇടപെടുന്ന കാഴ്ച ഇവരാരെങ്കിലും കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിലും കുറെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. കൊല്ലപ്പെട്ടത് ആരെങ്കിലും ആകട്ടെ. പിണറായി വിജയന്റെ മക്കൾക്ക് നഷ്ടം വരുന്നില്ല, MV ഗോവിന്ദന്റെ മക്കൾക്ക് നഷ്ടപ്പെടുന്നില്ല, CPM-ന്റെ ഈ മുഷ്ടി ചുരുത്തി മുദ്രാവാക്യം വിളിച്ച എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ മക്കൾക്ക് നഷ്ടം വരുന്നില്ല. ഇവരൊക്കെ ഏത് സ്ഥലത്താണ്, എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ?
ഇവിടെ കൊല്ലപ്പെടുന്നതും കൊല്ലാൻ പോകുന്നതുമൊക്കെ സാധാരണപ്പെട്ട മനുഷ്യരാ. അവർ ജയിലിലേക്ക് പോകുന്നു. കൊല്ലപ്പെടുന്നവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നത് മാത്രം കാര്യമുണ്ടോ? അവനൊക്കെ ജീവിതം മുഴുവൻ അതിക്കിടന്ന് ഇറങ്ങിക്കുകയല്ലേ. 5 വർഷമല്ല അജിംസെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പ്രതിയാണെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ ജയിലിൽ കിടന്നാൽ നമുക്ക് സങ്കടമുണ്ടാകും, ഏകാന്തത അനുഭവിക്കും. ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോയിട്ടുള്ള ആളുകളാ, ദുഃഖമുണ്ടാകും. ഇവിടെ ജയിലിൽ പോകുന്നത് ആടയും ആഭരണമായിട്ട് കാണുന്ന CPM-ന്റെ നേതാക്കന്മാർ ഈ സംസ്ഥാനത്തിന് തന്നെ, സാംസ്കാരിക കേരളത്തിന് അപശകുനമാണെന്നേ പറയാൻ പറ്റൂ. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അങ്ങ് പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ കേസുണ്ടാകും, പ്രതികളാകും, ആ പ്രതികളോടൊപ്പം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷം, കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടയിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ പൾസ് രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയ കൊലപാതകത്തിനൊന്നും ഒരു തരിമ്പ് പോലും പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കില്ല. ആ ഒരു ബോധ്യമെങ്കിലും CPM-നെ പോലെ ഏറ്റവും ജനകീയമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവണ്ടേ? പരസ്യമായി പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ പോയി മുദ്രാവാക്യം വിളിക്കുക, ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രതിക്ക് പൂമാലയിട്ട് സ്വീകരിക്കുക, ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകങ്ങളൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയ കൊലപാതകമായാലും വ്യക്തിപരമായ കൊലപാതകമായാലും അതൊരിക്കലും ഒരു പരിഷ്കൃത സമൂഹം അംഗീകരിക്കുന്നതല്ല. ഒരു ജീവിയെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ലല്ലോ. കാര്യം ജീവൻ കൊടുക്കാനുള്ള അവകാശവും നമ്മൾക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഷിൻഡോ ജോൺ പറഞ്ഞ 1-2 കാര്യങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. ഗോവിന്ദൻ മാഷ് ഇന്ന് തന്നെ ഈ വിധി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഭിപ്രായം ഗോവിന്ദൻ മാഷ് പറഞ്ഞു, LDF കൺവീനർ പറഞ്ഞു, EP ജയരാജൻ പറഞ്ഞു. അപ്പൊ ചാനൽ ചർച്ചയിൽ അവർ വരാത്തത് കൊണ്ട് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും അവർ വ്യക്തമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ പറയേണ്ട കാര്യം, 5/1/2019 5/1/2019 ഈ കേസിലെ 1-ാം പ്രതി പീതാംബരനെ ഈ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാർ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ 307 കേസ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം നടന്നത്. അതാണ് CPM നേതാക്കന്മാര് ഇതിന്റെ പിന്നിൽ വ്യക്തിപരമായ ചില വിഷയങ്ങൾ കൂടെ ഉണ്ട്, രാഷ്ട്രീയം മാത്രമല്ല എന്നവർ പറയുന്നത്. പിന്നെ രാഷ്ട്രീയ സംഘടനമായിരുന്നു, അത് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ജഡ്ജ്മെന്റിൽ. ആയിരുന്നു അത് രാഷ്ട്രീയ ഉണ്ട്, രാഷ്ട്രീയ പ്രശ്നമായിരുന്നു എങ്കിൽ പോലും അതിനകത്ത് പീതാംബരനെ ഉപദ്രവിച്ചതിനുള്ള 307 കേസ് റിപ്പോർട്ട്. പിന്നെ പരോളിന്റെ കാര്യം പറഞ്ഞു. പരോൾ നമ്മുടെ ഇന്ത്യയിൽ നിയമപരമായിട്ട് അനുവദിക്കപ്പെടാവുന്നതാണ്. പരോൾ ആക്ട് പ്രത്യേകമുണ്ട്, അതനുസരിച്ച് ഏത് പ്രതിക്കും പരോൾ കൊടുക്കാം. പിന്നെ ആസിഫ് സലി സാർ പറഞ്ഞു, ഇപ്പതാ 2 ദിവസം മുമ്പ് എന്റെ 2 കേസുകളാണ് റീഇൻവെസ്റ്റിഗേഷൻ വിട്ടത്. അതെന്താ വിട്ടത്? ചാർജ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ സിംഗിൾ ജഡ്ജി മണ്ടനാണെന്ന് പറയുന്നത്. അദ്ദേഹം ചാർജ് ക്യാൻസൽ ചെയ്തു. ആ ചാർജ് സെറ്റസൈഡ് ചെയ്തിട്ടാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ചാർജിന് നിയമസാധുതയില്ല. കോടതി അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ച് ചെയ്ത് ആ ചാർജ് റിവോക്ക് ചെയ്തു. ആ ചാർജ് നിലനിർത്തിക്കൊണ്ട് കോടതി പറഞ്ഞുകൊണ്ടാണല്ലോ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിച്ച ആ പ്രതികളെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് നിലവിൽ അന്വേഷിച്ച ചാർജ് മാത്രമല്ല, ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് പറഞ്ഞത് അല്ല ഉണ്ട്. തീർച്ചയായിട്ടും 10 പ്രതികൾ വന്നല്ലോ. ഈ 10 പ്രതികളിൽ ഇവിടെ ശിക്ഷിക്കപ്പെട്ട പ്രതികളാരും ഇവിടെ ഈ കേരളത്തിലെ ജനസമൂഹം, വിശേഷിച്ചും കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു CPM-ന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ക്രിമിനൽ കോൺസ്പിറസിയിൽ വരണം. അന്വേഷിച്ചത് ഞങ്ങളുടെ പോലീസല്ലല്ലോ, CBI അല്ലേ അന്വേഷിച്ചത്. ആ CBIക്ക് ഈ 10 പ്രതികളിൽ ഈ ശിക്ഷിക്കപ്പെട്ട 4 പേരും ഈ കേസുമായിട്ട് കൊലപാതകവുമായിട്ട് ബന്ധമുണ്ടെന്ന് നേരിട്ടോ അല്ലാതെയോ, ആ ബന്ധം മതി 120B നിൽക്കാൻ. ആ 120B നിൽക്കുന്നതിന് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM-കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് രാഷ്ട്രീയപരമായ വിഷയമുണ്ട്. പരിപൂർണമായിട്ട് രാഷ്ട്രീയമല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന രീതിയിൽ ഈ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെ കൊല ചെയ്തെന്നുള്ള വാദം അവിടെ പൊളിയുകയാണ്. അവർക്കെതിരെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല. പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസ് മാത്രമേ ഉള്ളൂ. അതുമാത്രം ശ്രീ ആസിഫ് സലി സാർ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പരസ്യമായിട്ട് പറയുന്നു, ഈ 4 പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ ഞാൻ പഠിച്ചത് 35 വർഷം കഴിഞ്ഞു, ഞാൻ പഠിച്ച നിയമം അനുസരിച്ച് നിലനിൽക്കാനുള്ള സാധ്യത പോലുമില്ല. കാരണം ആ രീതിയിലാണ് ആ ചാർജ് ഫ്രെയിം ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ ഈ കേസിൽ ഉൾപ്പെടുത്തണമായിരുന്നു, 120B വെച്ച് ഉൾപ്പെടുത്തണമായിരുന്നു. 1-2 വർഷത്തിന് നമുക്കറിയാം ജിംസെ, ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന 5 വർഷത്തെ ശിക്ഷ യാതൊരു സംശയമില്ല, അതിനകത്ത് തീർച്ചയായിട്ടും മാറ്റമുണ്ട്. മറ്റു പ്രതികൾക്കെതിരെ ചിലപ്പോൾ ഈ ഇരട്ട ജീവപര്യന്തമുള്ള ചിലപ്പോൾ വധശിക്ഷയായിട്ട് ഉയർന്നേക്കാം. പക്ഷേ ഈ 4 പ്രതികൾക്കെതിരെയുള്ള ശിക്ഷയിൽ മാറ്റമുണ്ടാകും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കണ്ടെത്തൽ അപ്പീൽ പോകുമെന്നാണ് CPM പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ള മറ്റ് 5 വർഷം തടവ് ശിക്ഷ ലഭിച്ചവർക്കും ഇതിന് മാത്രമല്ല എന്നും നമുക്കറിയാം. അപ്പോൾ അതിന്റെ അതുപോലും പൊതുപണത്തിൽ നിന്നെടുത്തായിരിക്കും ഈ അപ്പീൽ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്നൊരു പ്രശ്നം. വളരെ നന്ദി ശ്രീ ബൽദേവ്, ശ്രീ ആസിഫ് അലി, ശ്രീ അമൃത, ഡോക്ടർ ജിൻഡോ ജോൺ ഇത്രയും സംസാരിച്ചു.